22-ാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ നിലവിളിയും ക്രൂശീകരണവും പ്രാർത്ഥനയും, തുടർന്ന് വാളിങ്കിൽ നിന്ന് തൻ്റെ പ്രാണനെ രക്ഷിക്കണേ എന്ന യാചനയും, 31:5 നിന്റെ കയ്യിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന വാക്യവും കാണാം. ഇതേ ആശയവും സന്ദർഭവും ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:45 തൻ്റെ 2ാം മൊഴിയായും നാം കാണുന്നു. 44-ാം വാക്യത്തിൽ പ്രകൃതിയുടെ ദുഃഖം. ഏകദേശം 6 മണിയായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണിവരെയും അന്ധകാരം ഉണ്ടായി എന്ന് മനസ്സിലാക്കാം. ഇതേ ആശയം തന്നെ മത്തായിയുടെ സുവിശേഷം 27:45 വാക്യത്തിലും കാണാം. എന്നാൽ ഇത്ര ഉചിതമായും ചന്തമായും എങ്ങനെയാണ് ഒരു ദുഃഖവെള്ളി നമസ്കാരം നമ്മുടെ ഇടയിൽ എത്തിയത് എന്നത് അറിയേണ്ടതാണ്. റോമാ സാമ്രാജ്യം 1-ാം നൂറ്റാണ്ടിൽ ക്രൂശിലേറ്റിയ യേശു 4-ാം നൂറ്റാണ്ടോടെ അതേ സാമ്രാജ്യത്തിൽ ഈശ്വരൻ്റെ മനുഷ്യരൂപമായി വാഴ്ത്തപ്പെട്ടു. ഈ സാഹചര്യത്തിൽ യേശുവിൻ്റെ മരണവും ഉയർപ്പും ലോക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സംഭവങ്ങളായി. ഇവ ഓർക്കുന്ന ദിവസങ്ങൾ പ്രധാന പെരുന്നാളുകളായി. സ്വാഭാവികമായും ദൈവം എന്തിന് മനുഷ്യരൂപമെടുത്തു മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളിലൂടെ കടന്ന് മരണത്തെ അതിജീവിച്ചു എന്ന ചോദ്യം സാധാരണക്കാരിലും തത്വചിന്തകരിലും ഉദിക്കുകയും യുക്തിസഹമായ ഉത്തരങ്ങൾ നൽകുകയും ചെയ്തപ്പോൾ മാർ അപ്രേമിനെ പോലെയുള്ള പിതാക്കന്മാർ അവയ്ക്കുള്ള ഉത്തരങ്ങൾ നൽകിയത് കീർത്തനങ്ങളും പ്രാർത്ഥനകളും വഴിയാണ്. അവ സമാഹരിച്ചാണ് കഷ്ടാനുഭാഴ്ചയിലെ ക്രമങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 4 മുതൽ 8 വരെ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരാണ് ദുഃഖവെള്ളി നമസ്കാരത്തിൻ്റെ രചയിതാക്കൾ. യേശുക്രിസ്തു ഉപയോഗിച്ച അരാമ്യ ഭാഷയുടെ ഒരു ഭാഷാഭേദമായി വികസിച്ച സുറിയാനിയിലാണ് അവർ രചന നടത്തിയത്. ക്രൈസ്തവ സഭാചരിത്രത്തിൽ സർഗാത്മകമായൊരു കാലഘട്ടമായിരുന്നു 4 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകൾ. മനസ്സിലാകുന്ന ഭാഷയിൽ ആരാധിക്കുമ്പോഴാണ് ആരാധന അർത്ഥവത്താകുന്നതെന്ന് മനസ്സിലാക്കി മാർ അപ്രേം അന്നാട്ടിലെ സംസാര ഭാഷയായിരുന്ന സുറിയാനിയിൽ കീർത്തനങ്ങൾ രചിച്ചു. ഇത്ര അനുതാപഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റിയ ദുഃഖവെള്ളി നമസ്കാരം എത്ര ശ്രേഷ്ഠമാണ്. ദുഃഖവെള്ളി യേശുവിൻ്റെ മരണമല്ല, സാക്ഷാൽ മരണത്തിൻ്റെ മരണമാണെന്ന് പ്രസ്തുത നമസ്കാരത്തിലെ ഓരോ കീർത്തനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൂലഭാഷയോട് നീതി പുലർത്തിക്കൊണ്ട് മനോഹരമായി മലയാള ഭാഷയിലേക്ക് നമസ്കാരം മൊഴിമാറ്റം ചെയ്തവരെ നന്ദിയോടെ നമുക്ക് സ്മരിക്കാം.